ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ്. രണ്ട് ഡോമിനേറ്റിംഗ് ആയ എവേ വിജയങ്ങൾക്ക് ശേഷം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തങ്ങളുടെ ഹോം ഗ്രൗണ്ടായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് മടങ്ങിയെത്തുന്നു. ഈ സീസണിലെ ഉദ്ഘാടന മത്സരത്തിൽ ഈഡൻ ഗാർഡൻസിൽ വെച്ച് നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 22 പന്തുകൾ ബാക്കി നിൽക്കെ 7 വിക്കറ്റിനാണ് RCB തോൽപ്പിച്ചത്. തൊട്ടടുത്ത മത്സരം ചെപ്പോക്കിലായിരുന്നു, ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ. ആ മത്സരത്തിന്റെ എല്ലാ ഫേസസും ഡോമിനേറ്റ് ചെയ്ത RCB 50 റൺസിനാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെ തകർത്തത്. അതൊരു ചരിത്ര വിജയമായിരുന്നു. 2008 ആദ്യത്തെ IPL സീസണിന് ശേഷം ആദ്യമായിട്ടാണ് RCB ചെപ്പോക്കിൽ വിജയിക്കുന്നത്. പുതിയ ക്യാപ്റ്റനായ രജത് പട്ടിദാറിന് കീഴിൽ സ്വപ്നതുല്യമായ തുടക്കമാണ് RCBക്ക് ലഭിച്ചിരിക്കുന്നത്. 2 അവേ മത്സരങ്ങൾ കഴിഞ്ഞു, ഇനിയും കളിക്കുന്നത് സ്വന്തം കാണികൾക്ക് മുന്നിലാണ്. ചെപ്പോക്കിലും ഈഡൻ ഗാർഡൻസിലുമെല്ലാം ചരിത്രം തിരുത്തി കുറിച്ചതുപോലെ RCBക്ക് തങ്ങളുടെ ഹോം ഗ്രൗണ്ടിലെ ചരിത്രവും തിരുത്തി കുറിക്കാനുണ്ട്. കണക്കുകൾ നോക്കിയാൽ 2017 ശേഷം ഏറ്റവും മോശം ഹോം റെക്കോർഡുള്ള ടീമാണ് RCB. അവർക്ക് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരങ്ങളിൽ 44% മത്സരങ്ങളിൽ മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത്. നമുക്കറിയാം, ഹോം ആൻഡ് അവേ ഫോർമാറ്റിൽ നടക്കുന്ന IPL പോലൊരു ടൂർണമെന്റിൽ ഹോം മത്സരങ്ങളിൽ വിജയിക്കുക എന്നത് അത്ര പ്രാധാന്യമേറിയ ഒന്നാണ്. അവിടെയാണ് RCBക്ക് പല സീസണുകളിലായി പിഴച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് നമുക്ക് ചെപ്പോക്ക് എടുക്കാം. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഹോം ഗ്രൗണ്ടായ ചെപ്പോക്കിൽ ചെന്ന് അവരെ വെല്ലുവിളിക്കാൻ ആരുമൊന്ന് ഭയക്കും. അല്പം സ്ലോ ആയ സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ചിൽ മധ്യ ഓവറുകളിൽ സ്പിന്നുകൊണ്ട് അവർ എതിരാളികളെ വരിഞ്ഞു മുറുക്കുമെന്ന ഭയം മറ്റു ടീമുകൾക്കുണ്ട്. എന്നാൽ ഈ എതിരാളികളെല്ലാം തന്നെ കളിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഗ്രൗണ്ടാണ് ചിന്നസ്വാമിയിലേത്. റൺ ഒഴുകുന്ന പിച്ചാണ്, ഹൈ ഓൾട്ടിറ്റ്യൂഡിലുള്ള സ്റ്റേഡിയമാണ്, അതുകൊണ്ട് തന്നെ പന്ത് പറക്കും. കൂടാതെ നീളം കുറഞ്ഞ ബൗണ്ടറികൾ. ഇനി എത്ര തന്നെ സ്കോർ ചെയ്താലും അത് ചേസ് ചെയ്യാൻ കഴിയുമെന്ന അവസ്ഥ. ഇനി 210 220 റൺസ് നേടിയാലും അവസാന പന്തെറിയുന്നവരെ ഒരു സ്കോറും ചിന്നസ്വാമിയിൽ സേഫ് അല്ല. ഇത് തന്നെയാണ് തങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ RCB പിന്നോട്ട് പോകാൻ കാരണം. ഡിഫെൻഡ് ചെയ്യാൻ ഒരു തരത്തിലും പറ്റിയ ഗ്രൗണ്ട് അല്ല ചിന്നസ്വാമിയിലേത്. എന്നാൽ ഇത്തവണ തങ്ങളുടെ ഹോം ഗ്രൗണ്ട് ഒരു കോട്ടയാക്കാൻ ഉറപ്പിച്ച് ആ രീതിയിലുള്ള ഒരു ടീം ബിൽഡിംഗ് ആണ് അവർ നടത്തിയത്. RCB എക്കാലത്തും പവർ ഹിറ്റിംഗിന് പേരുകേട്ട ടീമാണ്. എന്നാൽ അവരുടെ ടീമുകളിൽ കാലാകാലങ്ങളായ ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഞാൻ ബോളിംഗിന്റെ കാര്യമല്ല പറയുന്നത്, ബാറ്റിംഗിന്റെ കാര്യം തന്നെ. ഒന്ന് നോക്കിയാൽ അവരുടെ ടീമിൽ ഒരു കാലത്ത് ക്രിസ് ഗെയിൽ, വിരാട് കോഹ്ലി, AB de Villiers, അങ്ങനെ എപ്പോഴും ഒരു ടോപ്പ് 3, ഒരു ടോപ്പ് ഹെവി ലൈനപ്പ് ആയിരിക്കും ഇവരുടേത്. എന്നാൽ മധ്യനിരയിലേക്ക് വരുമ്പോൾ ഒരു മികച്ച ഇന്ത്യൻ ബാറ്ററുടെ അഭാവം, അതുപോലെ തന്നെ ഇന്നിംഗ്സ് ക്ലോസ് ഔട്ട് ചെയ്യാൻ, ഫിനിഷ് ചെയ്യാൻ നല്ലൊരു ഫിനിഷർ ഇല്ലാത്ത അവസ്ഥ, ഇതൊക്കെ ഒരു ടോപ്പ് ഹെവി ഡേഞ്ചറസ് ബാറ്റിംഗ് യൂണിറ്റ് ആയിരിക്കുമ്പോഴും RCB നേരിട്ട പ്രശ്നങ്ങളാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ 3 പേർ, ഉദാഹരണത്തിന് ക്രിസ് ഗെയിലോ വിരാട് കോഹ്ലിയോ അല്ലെങ്കിൽ AB de Villiers ബാറ്റ് ക്യാരി ചെയ്യേണ്ട അവസ്ഥ. ഇൻ കേസ് ഇനി ഈ 3 പേരും ഔട്ടായാൽ ടീം ചെറിയൊരു സ്കോറിൽ ഒതുങ്ങും. കാരണം ആ ഒരു പ്രഷർ സോക്ക് ഇൻ ചെയ്ത് കളിക്കാൻ ആരുമില്ല. ഈ അവസ്ഥയ്ക്ക് ചെറിയൊരു മാറ്റമുണ്ടായത് ടീമിൽ ദിനേശ് കാർത്തിക് വന്നതിന് ശേഷമാണ്. കഴിഞ്ഞ കുറച്ച് സീസണുകൾ നോക്കിയാൽ നമുക്കറിയാം, ഫിനിഷിംഗിൽ ദിനേശ് കാർത്തിക് അത്രമാത്രം മികച്ച രീതിയിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തവണ ദിനേശ് കാർത്തിക് ഇല്ല. ദിനേശ് കാർത്തിക് ഒരു ബാറ്റിംഗ് കോച്ചിന്റെ റോളിലാണ്. ഇത്തവണ ഓപ്ഷനിലേക്ക് വന്നപ്പോൾ RCB പ്രശ്നങ്ങളെല്ലാം കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്ത് അതിനെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ മധ്യനിരയിലെ പ്രശ്നം, അതുപോലെ തന്നെ ഫിനിഷിംഗിലെ പ്രശ്നം, ഇതെല്ലാം തന്നെ അഡ്രസ് ചെയ്യാൻ ഈ ഓപ്ഷനിലൂടെ RCB കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബോളിംഗിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, എക്കാലത്തും ഒരു വീക്ക് ബോളിംഗ് യൂണിറ്റ് ആയിരുന്നു അവരുടേത്. ഇടയ്ക്ക് സ്റ്റാർക്ക് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വീക്ക് ബോളിംഗ് യൂണിറ്റ് ആയിരുന്നു. ഇത്തവണ ആ പ്രശ്നവും ഏറെക്കുറെ പരിഹരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അവരുടെ ടീമിലേക്ക് നോക്കിയാൽ ഫോം വൈസ് ആയാലും അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഫിൽ സാൾട്ട് 2 മത്സരങ്ങളിലും മികച്ച തുടക്കമാണ് നൽകിയത്. വിരാട് കോഹ്ലിയും ഫോമിലാണ്. ആദ്യ മത്സരത്തിൽ ഫോമിലായിരുന്നു, രണ്ടാമത്തെ മത്സരം കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്തു ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജസിൽ. പിന്നെ എനിക്ക് സന്തോഷം തോന്നിയത് ദേവദത്ത് പടിക്കലിന്റെ കാര്യമാണ്. കാരണം ഈ നമ്മൾ ടീം റിവ്യൂ ചെയ്തപ്പോൾ പടിക്കലിന്റെ കാര്യത്തിൽ എനിക്ക് അല്പം സംശയം ഉണ്ടായിരുന്നു. പടിക്കൽ എന്തായാലും 1 ഡൗൺ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നുവെങ്കിലും ആ ഒരു പൊസിഷനിൽ പടിക്കൽ എത്രത്തോളം എക്സൽ ചെയ്യുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അന്ന് RCBക്ക് വേണ്ടി കളിച്ചതിന് ശേഷം പിന്നെ പോയ RRലായാലും LSGയിലായാലും ഔട്ട് ഓഫ് പൊസിഷനിലാണ് പടിക്കൽ ബാറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ പൊസിഷനിൽ ഒരു ഫോം ആവാൻ, ഒരു വേണ്ടത്ര മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ഡെലിവർ ചെയ്യാൻ പടിക്കലിന് കഴിഞ്ഞിരുന്നില്ല. ഈ സീസണിലേക്ക് വന്നപ്പോൾ ആദ്യ മത്സരത്തിലും അതുതന്നെയായിരുന്നു സ്ഥിതി. എന്നാൽ കഴിഞ്ഞ കളിയിൽ ചെപ്പോക്കിലെ ഒരു ഡിഫിക്കൽട്ട് ബാറ്റിംഗ് കണ്ടീഷനിൽ CSKക്കെതിരെ വളരെ മികച്ചൊരു ഇന്നിംഗ്സ്, ഒരു ചെറിയ ഇന്നിംഗ്സ് ആണെങ്കിൽ പോലും വളരെ മികച്ച രീതിയിലാണ് പടിക്കൽ ബാറ്റ് ചെയ്തത്. അതായത് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഡിഫിക്കൽട്ട് ബാറ്റിംഗ് കണ്ടീഷനിൽ 200+ സ്ട്രൈക്ക് റേറ്റിൽ സ്കോർ ചെയ്യാൻ ദേവദത്ത് പടിക്കലിന് കഴിഞ്ഞു. പടിക്കൽ കഴിഞ്ഞ മത്സരത്തിൽ കാഴ്ചവെച്ച ആ ഒരു ഫോമിൽ, ആ ഒരു ഇന്റന്റോടെ മുന്നോട്ട് പോയാൽ RCBക്ക് കാര്യങ്ങൾ കൂടുതൽ ഗുണകരമാവും. കാരണം അവരുടെ ടോപ്പ് 6-ലുള്ളത് 5 റൈറ്റ് ഹാൻഡേഴ്സ് ആണ്. ഫിൽ സോൾട്ട്, വിരാട് കോഹ്ലി, രജത് പട്ടിദാർ, ജിതേഷ് ശർമ്മ, അതുപോലെ ലിവിങ്സ്റ്റൺ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ വരാനായിട്ട് കൃണാൽ പാണ്ഡ്യ നമുക്കൊരു ഫ്ലോട്ടറായിട്ട് യൂസ് ചെയ്യാമെങ്കിലും ദേവദത്ത് പടിക്കൽ ആ കറക്റ്റ് പൊസിഷനിൽ ഫിറ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ അത് പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും, അത് എതിരാളികളെ അങ്ങനെ ഒരു അപ്പം IPL മുന്നോട്ട് പോകുന്തോറും ആ സൈഡ് പിച്ചസിലൊക്കെ മാച്ചസ് വരും. അപ്പോൾ ഒരു സൈഡ് എപ്പോഴും ഷോർട്ട് ആയിരിക്കും. അപ്പോൾ ആ ബോളേഴ്സ് അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജി മെനഞ്ഞ് ബാറ്റേഴ്സിനെ തളച്ചിടാതിരിക്കാൻ ഇത് വളരെയേറെ ഗുണം ചെയ്യും. പിന്നെ 4-മനായി ക്യാപ്റ്റൻ കൂടിയായ രജത് പട്ടിദാർ വളരെ മികച്ച ഫോമിലാണ്. ആദ്യത്തെ മത്സരത്തിലായാലും രണ്ടാമത്തെ മത്സരത്തിലായാലും മികച്ച രീതിയിലാണ് ബാറ്റ് ചെയ്തത്. രണ്ടാമത്തെ മാച്ചിൽ പട്ടിദാർ തന്നെയായിരുന്നു മാൻ ഓഫ് ദി മാച്ച്. പിന്നെ ലിവിങ്സ്റ്റന്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് വെറും ചെറിയൊരു സാമ്പിൾ സൈസ് മാത്രമാണുള്ളത്. കഴിഞ്ഞ മത്സരം ലിവിങ്സ്റ്റൺ പൊതുവെ സ്പിന്നേഴ്സിനെതിരെ മികച്ച രീതിയിൽ കളിക്കുന്ന ബാറ്റർ അല്ല. സ്ട്രൈക്ക് റേറ്റ് അറൗണ്ട് ഒരു 110 സ്പിന്നേഴ്സിനെതിരെ ഉള്ളൂ. പേസ് ബോളേഴ്സിനെതിരെയാണ് ലിവിങ്സ്റ്റോൺ കൂടുതൽ നന്നായി ബാറ്റ് ചെയ്യുന്നത്.
അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഒരു 6 അടിച്ചു, വളരെ ഷോർട്ട് ഇന്നിങ്സ് ആണെങ്കിലും ആ ഒരു 6ഉം സത്യം പറഞ്ഞാൽ ഒരു ടോട്ടൽ സ്കോർ ഒരു ഇമ്പാക്റ്റ് നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ 6-ാമനായി ജിതേഷ് ശർമ്മ പിന്നെ നന്നായിട്ട് കളിക്കുന്ന ബാറ്ററാണ്. അതുപോലെ തന്നെ ഇടയ്ക്ക് നമുക്ക് ഫ്ലോട്ട് റൈഡ് യൂസിങ് കൃണാൽ പാണ്ഡ്യ ഉണ്ട്. ഫിനിഷിംഗ് റോളിൽ ടിം ഡേവിഡ്. കഴിഞ്ഞ മത്സരത്തിൽ സാം കറാനെതിരെ വളരെ മികച്ച രീതിയിലാണ് ടിം ഡേവിഡ് ഫിനിഷ് ചെയ്തത്. ആദ്യത്തെ 2 പന്ത് ഡോട്ടായിട്ട് പിന്നെ അടുപ്പിച്ച് 3 സിക്സറുകൾ. ഒരു പാർ സ്കോറിനേക്കാൾ 20 റൺസ് അധികം എടുക്കാൻ ഈ ടിം ഡേവിഡിന്റെ ഒരു ഫിനിഷിംഗ് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ബോളിംഗിലേക്ക് വന്നാൽ ജോഷ് ഹേസൽവുഡ് ബ്രില്യൻ്റ് ആയിട്ടാണ് ബോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് പല വീഡിയോകളിലും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഹാർഡ് ലെങ്തിൽ കൺസിസ്റ്റൻ്റായി ഹിറ്റ് ചെയ്ത് ബാറ്റർമാരെ ട്രബിൾ ചെയ്യുന്ന ബോളറാണ് ജോഷ് ഹേസൽവുഡ്. പാർട്ണറായിട്ടുള്ളത് ആദ്യ മത്സരത്തിൽ കളിച്ചില്ല, കഴിഞ്ഞ മത്സരത്തിൽ തിരികെ വന്നു ഭുവനേശ്വർ കുമാർ. അപ്പോൾ ഈ ഭുവനേശ്വർ കുമാർ വരുമ്പോൾ അങ്ങനെ ഹാർഡ് ലെങ്തിൽ ഹിറ്റ് ചെയ്യുന്ന ബോളർ അല്ല, കുറച്ചുകൂടി ഒരു ഫുള്ളർ ലെങ്തിൽ ബോൾ 2 സൈഡിലോട്ടും സ്വിങ് ചെയ്യിക്കാൻ കഴിവുള്ളൊരു ബോളറാണ്. അപ്പോൾ അത് വരുമ്പോൾ തമ്മിൽ നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്ന ബോളിംഗ് സ്റ്റൈൽസ് ആണ്. ഒരാളൊരു ഹാർഡ് ലെങ്ത് ഹിറ്റ് ചെയ്യുന്ന കൺസിസ്റ്റന്റ് ആയിട്ട് ഹിറ്റ് ചെയ്യുന്ന ബോളർ, മറ്റേ ആൾ 2 സൈഡിലോട്ടും സ്വിങ് ചെയ്യിക്കുന്ന ബോളർ. പിന്നെ അങ്ങോട്ട് കൂടിന് യഷ് ദയാൽ ഉണ്ട്. അതുപോലെ തന്നെ കൃണാൽ പാണ്ഡ്യ വളരെ മികച്ച രീതിയിൽ എതിരാളികളെ റെസ്ട്രിക്ട് ചെയ്യാൻ കഴിയുന്ന ബോളറാണ്. പിന്നെ ഒരു സ്പിൻ ഓപ്ഷനായിട്ട് സുരേഷ് ശർമ്മയുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ റസീഖ് സലാമിനെ ഇൻക്ലൂഡ് ചെയ്യാം, അതുപോലെ സ്വപ്നിൽ സിംഗിനെ ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ ഓപ്ഷൻസ് ഒക്കെ നിരവധിയുണ്ട്. ആകെപ്പാടെ ഒരു സ്ട്രൈക്കിംഗ് എബിലിറ്റി ഉള്ള സ്പിൻ ബോർഡർ ഇല്ലെന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു ഓപ്ഷൻ വരുമ്പോൾ എല്ലാ സ്ലോട്ടും ഒരേപോലെ തന്നെ ഫിക്സ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്തുകൊണ്ടും മികച്ച ഒരു ടീമാണ് RCB. അതുപോലെ തന്നെ മികച്ച സ്റ്റാർട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി അവർക്ക് ചെയ്യേണ്ട ഏക കാര്യം ഇടഞ്ഞു നിൽക്കുന്ന കൊമ്പനെ വരുതിയിലാക്കുക എന്ന് പറയുന്നത് പോലെ ഇടഞ്ഞു നിൽക്കുന്ന ആ ഒരു ചിന്നസ്വാമി സ്റ്റേഡിയത്തെ വരുതിയിലാക്കുക. ചിന്നസ്വാമി സ്റ്റേഡിയം ഒരു ഫോർട്രസ് ആക്കുക എന്നതാണ് ഇനി അടുത്തതായി അവർ ചെയ്യേണ്ടത്. അതുകൂടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു അൺസ്റ്റോപ്പബിൾ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഫോമിലേക്ക് പോകാൻ ഇവർക്ക് സാധിക്കും. കാരണം എല്ലാ ഫേസസിലും ബാറ്റ് ചെയ്യാനായിട്ടുള്ള ബാറ്റേഴ്സ് ഉണ്ട്, ബോളിംഗും അത്യാവശ്യം നല്ലതാണ്. അങ്ങനെ വരുമ്പോൾ വളരെ മികച്ച ടീമാണ്. ഇവർക്ക് കൂടുതൽ തല പോയിക്കാനായിട്ടുള്ള ചോദ്യങ്ങളൊന്നുമില്ല RCBയെ സംബന്ധിച്ച്. ഇനി നമുക്ക് ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് വരാം. RCBയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്പം വിഭിന്നമാണ് നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസിന്റെ കാര്യം. ഇപ്പോൾ ടീം കോമ്പോസിഷനിലായാലും അവരുടെ സ്ട്രെങ്തിലായാലും ഡിഫറൻസ് ഉണ്ട്. ഈ GTയുടെ കാര്യം പറയുമ്പോൾ അവരുടെ ടോപ്പ് 3 ആണ് അവരുടെ സ്ട്രെങ്ത്. അതായത് ക്യാപ്റ്റനായ ശുഭ്മാൻ ഗിൽ, സായി സുദർശൻ, ജോസ് ബട്ട്ലർ. ഇവർ 3 പേരുമാണ് ആ ഒരു ബാറ്റിങ്ങിന്റെ വെയിറ്റ് മൊത്തം ഷോൾഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ RCBയുടെ കാര്യം പറഞ്ഞാൽ RCB ഫുൾ ഓൺ അറ്റാക്കിംഗ് മോഡായിരിക്കും. അതായത് കോഹ്ലി ഒരു സൈഡിൽ നിന്ന് ആങ്കർ ചെയ്യും, ബാക്കിയുള്ളവരെല്ലാം വന്ന് അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ സൺറൈസേഴ്സിന്റെ കാര്യം എടുത്താൽ എല്ലാവരും അറ്റാക്ക് ചെയ്താണ് കളിക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചാബ്, അതുപോലെ മിക്ക ടീമുകളും എന്താണ് ഒരു അറ്റാക്കിംഗ് സ്റ്റൈൽ ഓഫ് പ്ലേ ആണ് എംപ്ലോയ് ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു വേറൊരു രീതിയിൽ കുറച്ചുകൂടി ഒരു ഓൾഡ് ടെംപ്ലേറ്റിൽ കളിക്കുന്ന ഒരു ടീമാണ്. അതായത് ഉദാഹരണത്തിന് ഒരു 12-13 ഓവറുകൾ, ആദ്യത്തെ 12-13 ഓവറുകളിൽ ഇവർ 3 പേരും കൂടി ചേർന്ന് ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യുക. ഒരു 100-ഓ 110-ഓ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിട്ട് പിന്നീട് അവസാന ഓവറുകളിൽ മാക്സിമം പുഷ് ചെയ്ത് നല്ലൊരു സ്കോറിൽ എത്തുക എന്നുള്ളതാണ് ഇവരുടെ തന്ത്രം. ഇതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ടോപ്പ് 3 പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ ആ ഒരു രീതിയിൽ ഒരു ഇംപെച്ചസ് നൽകാനുള്ള പ്ലേയേഴ്സ് ഇല്ല. പക്ഷേ പ്ലേയേഴ്സ് ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ പൊട്ടൻഷ്യൽ ഉള്ള പ്ലേയേഴ്സ് ഇല്ല എന്നല്ല, പക്ഷെ എന്നാലും ഇവരുടെ ബാറ്റിംഗ് റിവോൾവ് ചെയ്യുന്നത് ഈ 3 പേരിലാണ്. ഇപ്പോൾ മാച്ചസ് ശ്രദ്ധിച്ചറിയാം, സായി സുദർശൻ 2 മത്സരങ്ങളിൽ മികച്ച രീതിയിൽ കളിച്ചു. ഇപ്പോൾ ആദ്യത്തെ 2 മത്സരങ്ങളിലും ഈ ബൾക്ക് ഓഫ് ദി സ്കോറിംഗ് ചെയ്തതെന്ന് പറയുന്നത് ടോപ്പ് 3 ആണ്. പിന്നീട് മിഡിൽ ഓർഡറിലേക്ക് വരുമ്പോൾ ഇവർ ആ ടോപ്പ് 3 സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫൗണ്ടേഷനിൽ കുറച്ചുകൂടി ഒന്ന് ഒരു മോഡി പിടിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ റുദർഫോർഡ് ആയാലും തെവാത്തി ആയാലും ഷാരുഖ് ഖാൻ ഒക്കെ ആയാലും ചെയ്യുന്നത് അതാണ്. ഇപ്പോൾ ആദ്യത്തെ കളി റുദർഫോർഡ് അത്യാവശ്യം തുടക്കം നന്നായിട്ട് കളിച്ചെങ്കിലും പിന്നെ നമ്മുടെ വൈശാഖ് വിജയകുമാർ വന്ന ഒരു വൈഡ് യോർക്കർ വീണ്ടും ഇട്ടാണ് ആ കളി തോറ്റത്. ആ കളി സത്യത്തിൽ അവർ 11 റൺസിനാണ് തോറ്റത്. അത് ജയിക്കേണ്ട കളിയായിരുന്നു. ഇപ്പോൾ ആദ്യത്തെ മാച്ചിനെ പറ്റി പറയുമ്പോൾ വേണമെങ്കിൽ 244 സ്കോർ അവർക്ക് ചേസ് ചെയ്യാമായിരുന്നു. പക്ഷേ ആ റുദർഫോർഡിനെ ഒരു സൈഡിൽ നിർത്തി ടൈ ചെയ്ത് കളഞ്ഞു, നിർത്തി ഉണക്കി കളഞ്ഞു എന്നൊക്കെ പറയുന്ന പോലെ വൈശാഖ് ഒരേ ലെങ്തിൽ ബോൾ ചെയ്ത് പുള്ളി വേറൊന്നും ട്രൈ ചെയ്തില്ല. ചുമ്മാ ഓഫിലോട്ട് അങ്ങ് വീശി സമയം പോയി. അവസാനം പുള്ളി ഇത് തിരിച്ചറിഞ്ഞപ്പോഴേക്കും, അതായത് ഈ പ്ലോയി പൊട്ടിക്കണമെങ്കിൽ ഒന്ന് ആ ഒരു ലൈൻ കവർ ചെയ്തിട്ട് ലെഗ് സൈഡിലോട്ട് അല്ലെങ്കിൽ ഒരു സ്വീപ്പ് ആയാലും സ്കൂപ്പ് ആയാലും ചെയ്യണമെന്ന് പുള്ളി മനസ്സിലാക്കി വന്നപ്പോഴേക്കും സമയം കഴിഞ്ഞു, കളിയും തോറ്റു. അതാണ് അവർക്ക് ആദ്യത്തെ മത്സരത്തിൽ സംഭവിച്ചത്. പക്ഷേ രണ്ടാമത്തെ മത്സരത്തിൽ അവർ മുംബൈയെ വളരെ അത്യാവശ്യം കോംപ്രിഹെൻസീവായ രീതിയിൽ 36 റൺസിനാണ് തോൽപ്പിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അവരുടെ ടോപ്പ് 3 ആണ് അവരുടെ ബാറ്റിങ്ങിന്റെ കാര്യത്തിൽ. പിന്നെ ബോളിംഗിലേക്ക് വരുമ്പോൾ ബാറ്റിങ്ങിനെ അപേക്ഷിച്ച് നമുക്ക് നോക്കിയാൽ ടോപ്പ് 3 കഴിഞ്ഞിട്ട് നമുക്ക് മിഡിൽ ഓർഡർ ഞാൻ പറഞ്ഞല്ലോ നോക്കി കഴിഞ്ഞ ഒരു വീക്കാണെന്ന് തോന്നും. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബോളിംഗ് ഇവരുടെ ഒന്നുകൂടെ സ്ട്രോങ് ആണ്. കാരണം 2 വേൾഡ് ക്ലാസ് ബൗളേഴ്സ് ഇവിടെ ഉണ്ട്. ഒന്ന് റഷീദ് ഖാനും 2 കഗീസ് റബാദെ. അപ്പോൾ ഇവരുടെ ഒരു മികച്ച പെർഫോമൻസിന്റെ ബലത്തിലാണ് നമ്മുടെ SI T20 MI കേപ്പ് ടൗൺ കിരീടം നേടിയത്. അപ്പോൾ അവരാണ് ഈ ബോളിങ്ങിന്റെ കോർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആദ്യത്തെ മത്സരം നോക്കിയാൽ നമ്മുടെ സായി കിഷോർ വളരെ നന്നായിട്ട് ബോൾ ചെയ്തു. അപ്പോൾ 243 റൺസ് പഞ്ചാബ് സ്കോർ ചെയ്ത മത്സരത്തിൽ 4 ഓവറിൽ അണ്ടർ 8 ആണ് നമ്മുടെ സായി കിഷോറിന്റെ ഇക്കോണമി. അപ്പോൾ ബാക്കി റഷീദ് ഖാനെ വരെ ആ മത്സരത്തിൽ അറ്റാക്ക് ചെയ്തപ്പോഴും സായി കിഷോർ നന്നായിട്ട് എറിഞ്ഞു മാറി. രണ്ടാമത്തെ മത്സരത്തിലേക്ക് വന്ന റഷീദ് ഖാൻ വെറും 2 ഓവർ മാത്രമേ എറിഞ്ഞുള്ളൂ. 2 ഓവറിൽ 10 റൺസ് വിട്ടുകൊടുത്തു. അതായത് ഇക്കോണമി റേറ്റ് 5. അത് കഴിഞ്ഞ് മൂന്നാമത് ഒരു ഓവർ എറിയേണ്ട ആവശ്യം പോലും വന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ പ്രസീദ് കൃഷ്ണ സ്റ്റെപ്പ് ഇൻ ചെയ്തു.
പ്രസിദ്ധ് കൃഷ്ണ ആദ്യത്തെ 3 ഓവറിൽ വളരെ മികച്ച രീതിയിൽ എതിരാളികളെ അനങ്ങാൻ അനുവദിക്കാത്ത രീതിയിൽ ആ ഒരു ബ്ലാക്ക് സോയിൽ പിച്ചിൽ മനോഹരമായിട്ട് ബോൾ ചെയ്തുകൊണ്ട് തന്നെ റഷീദ് ഖാൻ, അതായത് അവരുടെ ഏറ്റവും മികച്ച ബോളറായ റഷീദ് ഖാൻ 4 ഓവർ എറിയേണ്ടി പോലും വന്നില്ല. ആദ്യത്തെ മത്സരത്തെ അപേക്ഷിച്ച് സായി കിഷോർ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ബോൾ ചെയ്തു. അതുപോലെ സിറാജ് ടോപ്പ് ഓർഡറിനെ, അതായത് നമ്മുടെ രോഹിത് ശർമ്മയും റിക്കിൾട്ടനെയും ഔട്ടാക്കിക്കൊണ്ട് സിറാജും ഒരു കോൺട്രിബ്യൂഷൻ അവിടെ രണ്ടാമത്തെ മത്സരത്തിൽ നടത്തി. ആദ്യത്തെ മത്സരത്തിൽ എക്സ്പെൻസീവ് ആയിരുന്നെങ്കിലും രണ്ടാമത്തെ മത്സരത്തിൽ പുള്ളിയും കോൺട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു 196 റൺസ് എന്ന സ്കോർ മുംബൈ പോലൊരു നല്ല സ്റ്റാർ സ്റ്റേറ്റഡ് ലൈനപ്പിനെതിരെ അവർ സേവ് ചെയ്തു, ആ മത്സരം സേവ് ചെയ്തു. പിന്നെ ആ പിച്ച് ഒന്നുകൂടെ ബോളിങ്ങിന് അനുകൂലമായിരുന്നുവെങ്കിൽ നമുക്ക് ആ ഒരു പെർഫോമൻസ് കമന്റബിൾ ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ നല്ലൊരു ബാറ്റിംഗ് യൂണിറ്റ് ആണ് മുംബൈയുടേത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ടോപ്പ് 3, അതായത് ഒരു ബാറ്റ് ത്രൂ ചെയ്യണം, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 12-13 ഓവർ വരെയെങ്കിലും ഈ ടോപ്പ് 3 ബാറ്റ് ക്യാരി ചെയ്യുക. അതിനുശേഷം അവരുടെ ഫിനിഷിംഗ് ടച്ചസ് കൊടുക്കുക. പിന്നെ ബോളിംഗ് കൊണ്ട് അവർ എത്രയാണോ എടുക്കുന്നത് അത് ഡിഫെൻഡ് ചെയ്യുക. ഈ നേരെ തിരിച്ചും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സ്കോർ ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ബൾക്ക് ഓഫ് ദ സ്കോറിംഗ് നടത്തുന്നത് ഈ ടോപ്പ് 3 ആയിരിക്കും. ഈ ടോപ്പ് 3യെ തുടക്കത്തിൽ തന്നെ വിക്കറ്റ് ആക്കി കഴിഞ്ഞാൽ, അതായത് സായി സുദർശൻ, ശുഭ്മാൻ ഗിൽ, അതുപോലെ തന്നെ നമ്മുടെ ജോസ് ബട്ട്ലർ, 3 പേരും ഒരു ചെറിയ സ്കോറിന് പവർ പ്ലേയിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഇവരുടെ പണി പാളാൻ സാധ്യതയുണ്ട്. കാരണം അത്രയും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീം പ്ലേയേഴ്സ് അല്ല ഇവർക്കുള്ളത്. അതായത് മിഡിൽ ഓർഡറിൽ ടോപ്പ് 3യെ അപേക്ഷിച്ച് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അത്രയും ബെറ്റർ ആയിട്ടുള്ള പ്ലേയേഴ്സ് അല്ല അവിടെ ഉള്ളത്. ഇനിയും പ്ലേയിങ് കണ്ടീഷൻസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം RCB, ബാംഗ്ലൂർ, ചിന്നസ്വാമിയിൽ പ്രതീക്ഷിക്കേണ്ടത് ഒരു റൺ ഫസ്റ്റ് തന്നെയാണ്. നീളം കുറഞ്ഞ ബൗണ്ടറി, ഹൈ ഓൾട്ടിറ്റ്യൂഡ്, എത്ര സ്കോർ എടുത്താലും അത് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട്, ഇതൊക്കെ തന്നെയാണ് ചിന്നസ്വാമിയിൽ എക്കാലത്തും പ്രതീക്ഷിക്കുന്നത്. അവിടെ വലിയ സർപ്രൈസ് ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഇക്കഴിഞ്ഞ നടന്ന മത്സരത്തിലെല്ലാം ഒരു ബോളേഴ്സിന് തുടക്ക സമയത്ത് ബോളേഴ്സിനും കുറച്ചുകൂടി അനുകൂലമായ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഫാസ്റ്റ് ബോളിങ്ങിനെയൊക്കെ തുടക്ക സമയത്ത്, അതായത് ഓവറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ബോൾ ഹാർഡായിരിക്കുമ്പോൾ, ബോൾ ഹാർഡ് ആൻഡ് ന്യൂ, അതുപോലെ പിച്ച് ഒരു ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ ബോളേഴ്സിന് കുറച്ച് ആനുകൂല്യങ്ങൾ ലഭിക്കാറുണ്ട്. RCBയെ സംബന്ധിച്ച് അതാണ് നല്ലത്. RCB തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യുക അങ്ങനെ ഒരു കണ്ടീഷൻ തന്നെ ആയിരിക്കും. കാരണം അവരുടെ ന്യൂ ബോൾ ബോളേഴ്സ് അത്രയും മികച്ച ബോളേഴ്സാണ്. ഹേസൽവുഡ് ആയാലും ഭുവനേശ്വർ കുമാർ ആയാലും ഒരു പിച്ച് അവരുടെ ഫാസ്റ്റ് ബോളിങ്ങിന് അനുകൂലമാണെങ്കിൽ എയർലി ഇൻറോഡ്സ് ഉണ്ടാക്കാൻ കഴിയുന്ന ബോളേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് RCBയും അവർക്ക് ഒരു ആഗ്രഹിക്കുക, അതുപോലെ അല്പം ഹെൽപ്പുള്ള, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിക്കാൻ പറ്റാത്ത പിച്ചെന്നല്ല, എന്നാൽ അത്യാവശ്യം ബോളേഴ്സിനെ തുടക്കത്തിൽ സ്വിംഗ് ബോളിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പിച്ചായിരിക്കും അവരും ആഗ്രഹിക്കുക. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും കണ്ടീഷൻ. എന്തായാലും ഹൈ സ്കോറിംഗ് പിച്ചസ് ആയിരിക്കും. പിന്നെ ഇന്നിങ്സിന്റെ തുടക്കത്തിൽ ബോളേഴ്സിനെ കുറച്ച് ഹെൽപ്പ് ചെയ്തേക്കാം. എന്നാലും സ്കോറിങ്ങിന് കുറവുണ്ടാവില്ല, പക്ഷെ എന്നാലും ആ ഒരു ബോളേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലായിരിക്കും പിച്ച് വരുന്നത്. ഇനി ടീം ന്യൂസിലേക്ക് വന്നാൽ കഴിഞ്ഞ മത്സരത്തിലെ അതേ പ്ലേയിങ് 12 തന്നെയായിരിക്കും RCB ഫോളോ ചെയ്യുക. ഓൾറെഡി 2 സ്പിന്നേഴ്സ് ഉണ്ട്, കൃണാൽ ഉണ്ട്, സുയാഷ് ഉണ്ട്, പിന്നെ ഒരു തേർഡ് ഓപ്ഷനായിട്ട് ലിവിങ്സ്റ്റൺ ഉണ്ട്. അപ്പം പിന്നെ ആ ഒരു സൈഡിൽ നിന്ന് അഡീഷൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ റസിഖ് സലാമും ഈ അടുത്ത മത്സരത്തിൽ ഒരു സ്ഥാനം കണ്ടെത്താൻ സാധ്യതയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭുവി തിരിച്ചെത്തി. ഇനി ആർക്കെങ്കിലും ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ചേഞ്ചിന് സാധ്യതയുള്ളൂ. പക്ഷെ നിലവിൽ അതൊന്നും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനി GTയുടെ കാര്യം വന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ പരിക്കേറ്റ സായി സുദർശന്റെ കാര്യത്തിലാണ് ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. അപ്പോൾ ഇഞ്ചുറി സീരിയസ് അല്ല എന്നാണ് അന്നത്തെ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിലും അത് കഴിഞ്ഞുള്ള പ്രസ് കോൺഫറൻസിലും പറഞ്ഞത്. അപ്പോൾ സായി സുദർശന് ഇഞ്ചുറി ഇല്ലെങ്കിൽ ടീമിൽ അവിടെയും വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. എന്നാൽ സായി സുദർശൻ ഇഞ്ചുറി ആണെങ്കിൽ പ്രശ്നമാണ്. കാരണം സായി സുദർശന് പകരം നമുക്ക് നമ്മുടെ പ്ലേയിങ് ചൂലിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ അതേ ഒരു കാലിബർ ഉള്ള, അതേ ഒരു ഇമ്പാക്റ്റ് ഉള്ള പ്ലേയേഴ്സ് വേറെ ഇല്ല. പിന്നെ അവിടെ ഉള്ള മഹിബ ലോംറോർ ഒന്നും ആയാലും നമുക്ക് ഈ ഒരു പൊസിഷനിലേക്ക്, സായി സുദർശൻ ചെയ്യുന്ന റോളിലേക്ക് ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന താരങ്ങളല്ല. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് വാഷിംഗ്ടൺ സുന്ദറാണ്. വാഷിംഗ്ടൺ സുന്ദർ നമ്മുടെ TNPLിലൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ള താരമാണ്. സുന്ദറിനെ ട്രൈ ചെയ്യാമെങ്കിലും സായി സുദർശൻ പരിക്കാണ് എങ്കിൽ ഇവർക്ക് സത്യത്തിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ശുഭ്മാൻ ഗില്ലോ, ജോസ് ബട്ട്ലറോ ഫോം ആയേ പറ്റുള്ളൂ. അല്ലാതെ ഹേസൽവുഡോ ഭുവിയോ വന്നിട്ട് അവരുടെ വിക്കറ്റ് കൂടി ഇട്ടാൽ സായി സുദർശനോട് ഇല്ലെങ്കിൽ കാര്യങ്ങൾ പ്രശ്നമായിട്ട് മാറും. അപ്പോൾ അതാണ് അവരുടെ ടീം ന്യൂസ് എന്ന് പറയുന്നത്. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. ഇവിടെ ഞാൻ ഒരു താരത്തെ എടുത്ത് പറയുന്നില്ല. ഞാൻ കാണാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് GTയുടെ ടോപ്പ് 3 എങ്ങനെയാണ് RCBയുടെ ന്യൂ ബോൾ ബോളിങ്ങിനെ കൗണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഗിൽ, സുദർശൻ, ജോസ് ബട്ട്ലർ അവർ എങ്ങനെയാണ് നമ്മുടെ ഹേസൽവുഡിനെയും ഭുവനേശ്വർ കുമാറിനെയും നേരിടുക എന്നതാണ്. കാരണം ഹേസൽവുഡ് മികച്ച ഫോമിലാണ്. ഇപ്പം GTയുടെ കാര്യം പറഞ്ഞാൽ തുടക്കത്തിൽ പവർ പ്ലേയിൽ ഒരു 3 വിക്കറ്റ് പോയി കഴിഞ്ഞാൽ അവർക്ക് തിരികെ വരാൻ നല്ല പാടാണ് അവരുടെ ഒരു ടീം കോമ്പിനേഷൻ വെച്ചിട്ട്. ഞാൻ പറഞ്ഞ പോലെ ബൾക്ക് ഓഫ് ദ സ്കോറിംഗ് ചെയ്യേണ്ടത്, അതുപോലെ ആ ഒരു ടീമിനെ ക്യാരി ചെയ്യേണ്ടത് ഈ ടോപ്പ് 3 ബാറ്റേഴ്സ് ആണെന്നിരിക്കെ അങ്ങനെ ഒരു എയർലി ഇൻറോഡ് വന്നു കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒരു സ്റ്റാർട്ടിങ്ങിൽ പവർ പ്ലേയിൽ കുറച്ച് ബോളിങ്ങിനെ അനുകൂലിക്കുന്ന കണ്ടീഷനൂടെ ആണെങ്കിൽ ഈ ഒരു GTയുടെ ടോപ്പ് ഓർഡർ എങ്ങനെ നമ്മുടെ RCBയുടെ ഒരു ടോപ്പ് ബോളിംഗ്, അതായത് ഓപ്പണിംഗ് ബോളേഴ്സിനെ കൗണ്ടർ ചെയ്യുന്നറിയാനാണ് ഞാൻ കൂടുതലും കാത്തിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്നത്തെ മത്സരത്തിൽ ആരായിരിക്കും വിജയിക്കുക? RCB തുടർച്ചയായ 3ാം വിജയം നേടുമോ? അതോ RCBയുടെ വിജയ കുതിപ്പിന് ഗുജറാത്ത് ടൈറ്റൻസ് തടയിടുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.
താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.